മറ്റു വാർത്ത, പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘനമെന്ന് ഹമാസ്. മോചിപ്പിക്കുന്ന പലസ്തീൻ ബന്ദികളെ അപമാനിക്കുന്ന ചടങ്ങുകൾ ഹമാസ് നടത്തുന്നു എന്ന് ആരോപിച്ചാണ് തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിക്കുന്നത്. ഇതോടെ ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. തിരിച്ച് 600ഓളം ഹമാസ് തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. മോചിപ്പിക്കുന്ന ഇസ്രായേൽ ബന്ദികളെ ജനക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന ഹമാസ് രീതിയാണ് ഇസ്രായേലിന്റെ പ്രകോപന കാരണം. അപമാനകരമായ ഈ ചടങ്ങുകൾ അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കും വരെ തടവുകാരുടെ മോചനം നീട്ടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു. തടവുകാരുടെ മോചനം വൈകിക്കുന്ന ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് നടത്തുന്നതെന്നും അന്താരാഷ്ട്ര പ്രതിനിധികൾ ഇടപെടണമെന്നും ഹമാസ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങേണ്ട സമയത്താണ് കരാർ സംബന്ധിച്ച ഇസ്രയേലും ഹമാസുമായുള്ള തർക്കം. എന്നാൽ ഈ ആഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലസ്തീനികൾ വരുന്നത് തടയാൻ ഇസ്രയേൽ സൈന്യത്തിന് നെതന്യാഹുവിന്റെ ഓഫീസ് ഉത്തരവ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.